ഹലോ, അസ്സലാമു അലൈക്കും. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കട്ട് പീസ് കൊണ്ടുള്ള സ്റ്റിച്ചിങ് ആണ്. ജീൻസ് പാൻറ്റിലേക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു ടോപ്പാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യണത്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്ന ബോക്സ് പ്ലേറ്റ് ടോപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ആദ്യം ഈ തുണിയിൽ നമ്മളെ വേസ്റ്റ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. തുണി മടക്കിയിട്ടതിന് ശേഷം വേസ്റ്റായിട്ട് അധികം നിൽക്കുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. നമുക്ക് എത്രയാണോ വേണ്ടത് അത് നോക്കിയിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് സൈഡും ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിനൊരു ലൈനിങ് വേണം കേട്ടോ. ഞാനത് 4 മടക്കിയിട്ടുണ്ട്. ലൈനിങ്ങും ഇതേപോലെ തന്നെ കട്ട് പീസ് തന്നെയാണ്. പക്ഷേ ഇത് വൈറ്റ് ക്ലോത്ത് ആയത് കാരണം അതൊന്നും എടുത്ത് കാണിക്കണ്ടില്ലേ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് കേട്ടോ ഞാനിത് കാണുന്നത്. പിന്നെ ഇതിൻ്റെ ലൈനിങ് എടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ അത്ര തന്നെ ലെങ്ത്ത് ഇല്ല കേട്ടോ. ഇതിനാകെ ലെങ്ത്ത് വരുന്നത് ആകെ 10 ഇഞ്ചേ ഉള്ളൂ കേട്ടോ. നമുക്ക് ടോപ്പിൻ്റെ അത്രയും ലെങ്ത്ത് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ എൻ്റെ അടുത്ത് അതിനുള്ള ക്ലോത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. 10 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഷോൾഡർ 4.5 ഇഞ്ച്, അതേപോലെ തന്നെ ആം ഹോൾ 4.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ചെസ്റ്റ് 7 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ സാധാ മോൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൊടുക്കുന്ന മെഷർമെൻറ്റ് തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. ചെസ്റ്റ് 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. വേസ്റ്റ് ഭാഗത്തേക്ക് 6.5 ഇഞ്ചും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മാർക്ക് ചെയ്യണതൊന്നും കാണുന്നില്ല എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ മക്കൾക്കൊക്കെ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ വരഞ്ഞ ഭാഗത്തു കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നെക്കും പതിവ് പോലെ 2 ഇഞ്ച് എടുത്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കിന് ഞാൻ 2.5 ഇഞ്ചും ബാക്ക് നെക്കിന് 2 ഇഞ്ചും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ എപ്പോഴും മുളക്കെടുക്കൽ. പിന്നെ ഓപ്പൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ചിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെയാണ് ഇതിനും ഞാൻ ചെയ്യുന്നത്. ഫ്രോക്കിൻ്റെ അതേ മെഷർമെൻറ്റ് തന്നെയാണ് ഇതിനും ഞാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അതേപോലെ തന്നെ നെക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടിയും വരഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നല്ല പീസിൽ ഈ ഒരു ഭാഗം ഈ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല പാർട്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെന്നോട് ചോദിക്കാൻ മടിക്കരുത്. അങ്ങനെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പീസിൽ വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ലാവിഷായി കട്ട് ചെയ്ത് കളയാനില്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ക്ലോത്ത് എടുക്കാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്കെന്താ പ്രാന്താണോ എന്നൊക്കെ ചോദിക്കും ചിലവർ. എന്തിനാ അത്ര ഇടങ്ങറായിട്ട് ഈ സ്റ്റിച്ച് ചെയ്ത് നോക്കിയാൽ. പക്ഷേ എനിക്ക് എൻ്റേതായ ഒരു സന്തോഷം ഞാനിതിൽ കണ്ടെത്തുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ക്ലോത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മോഡലിൽ സ്റ്റിച്ച് ചെയ്തിട്ട് മോളിട്ട് കാണുമ്പോൾ എനിക്കതിലൊരു സന്തോഷമാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ നമ്മളെ ലൈനിങ് നല്ല പാർട്ടിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് താഴേക്ക് കോണായിട്ട് വരഞ്ഞു കൊടുത്ത് കേട്ടോ. താഴെ ഒരു ലേശം വീതിയിൽ നിൽക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. താഴെ ഞാനൊരു 8.5 ഇഞ്ചാണ് കേട്ടോ എടുത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ആ 8.5 ഇഞ്ചിലേക്ക് ചെരിച്ച് വരഞ്ഞു കൊടുത്തിട്ട് അവിടെയാണ് ലൈനിങ് വെച്ചിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് എടുത്തിക്കണത്. ഇനി അതേപോലെ തന്നെ അത് ബാക്ക് പീസാണ്. ഫ്രണ്ട് പാർട്ട് അതേപോലെ നമുക്ക് എടുക്കണം. അപ്പോൾ അതിന് നമുക്ക് ബോക്സ് പ്ലേറ്റ് കൊടുക്കണമല്ലോ. അപ്പോൾ അത് കാരണം 1 ഇഞ്ച് മേലക്കാക്കിയിട്ടാണ് ഞാൻ വെക്കണത്. 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ അപ്പുറമാണ് നമ്മൾ ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതാ ഞാൻ ഈ വെക്കണ പോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. നമ്മളെ ഈ നല്ല ക്ലോത്തിൽ 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. താഴെ വരെ അടയാളപ്പെടുത്തി കൊണ്ടുവരിക. അതിന് ശേഷം അതിൻ്റെ അപ്പുറത്താണ് ലൈനിങ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ തുണി അത്ര തന്നെ വീതി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അധികമൊന്നും ഇതിൽ കട്ട് ചെയ്ത് കളയാനില്ല. സൈഡിലൊരു കുറച്ച് ഭാഗം മാത്രമേ, പിന്നെ ആം ഹോൾ മാത്രമേ എനിക്ക് ഫ്രണ്ട് പാർട്ടിൽ കട്ട് ചെയ്ത് കളയാൻ വരുന്നുള്ളൂ. പിന്നെ ഈ നെക്കിൻ്റെ അവിടെ മേലെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഞാൻ ചെറിയൊരു കട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു കട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇതിന് ആദ്യം തന്നെ ആ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ആ 1 ഇഞ്ച് ബാക്കിലേക്ക് ആക്കിയിട്ട് ചീത്ത വശത്തേക്ക് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് 1 ഇഞ്ച് എവിടെയാണോ വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് മേലെ മുതൽ താഴെ വരെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മളെ മേലെ നെക്കിൻ്റെ ആ ഭാഗത്ത് നിന്നിട്ട് ഒരു 5 ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 5 ഇഞ്ച് വരെ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഞാനിത് 5 ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നല്ല വശത്തേക്ക് മറിച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ളിലേക്കാണ് സ്റ്റിച്ച് ചെയ്തിട്ട് കാണുക. അപ്പോൾ ബാക്കിൽ ഇനി നമ്മളത് ആ ഒരു ഭാഗം നമുക്ക് പരത്തി വെച്ചതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്കിൽ സ്റ്റിച്ചിങ് വരും. ഫ്രണ്ടിൽ ഇത് കാണില്ലേ, ഇതുപോലെ വരും. ഇങ്ങനെയാണ് കിട്ടുക.
അതിന് ശേഷമാണ് നമ്മൾ ലൈനിങ് അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നെക്കും ആം ഹോളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് പാർട്ടിലും അതുപോലെ തന്നെ നെക്കും ആം ഹോളും ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം മറിച്ച് സ്റ്റിച്ച് ചെയ്യുക. ഞാനിതിൻ്റെ ഓപ്പണ് കട്ട് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് കാണുന്നില്ല അല്ലേ? എനിക്കിപ്പോഴാട്ടോ എനിക്ക് ഭയങ്കര ഇടങ്ങറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കണു. നെക്കിന് നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെറിയൊരു കട്ടിങ് കൊടുക്കുക കേട്ടോ. ആം ഹോളും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, നെക്കും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു കട്ടിങ് കൊടുക്കാം. നമുക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ട് ഭാഗത്തും കട്ടിങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യാം. എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എന്തോ പോലെ തോന്നുന്നുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾക്ക് നേരെ കാണില്ലേ എന്നുള്ളൊരു സംശയം കൊണ്ട് കേട്ടോ. ആ ടോപ്പിൻ്റെ നല്ല ഭാഗം വരുമ്പോൾ നേരെ തെളിഞ്ഞ് കാണുന്നുണ്ട്. ചീത്തവശം വരുമ്പോഴാണ് നിങ്ങൾക്ക് കാണാത്തത് അല്ലേ? അതെനിക്കിപ്പോൾ ഇതിൽ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ മറിച്ചെടുത്തതിന് ശേഷം ഫ്രണ്ട് പീസിൽ പ്രസ്സിങ് കൊടുക്കുക കേട്ടോ. ബാക്ക് പീസ് കൊടുക്കണ്ട, ഫ്രണ്ട് പീസ് മാത്രം നമുക്ക് പ്രസ്സിങ് കൊടുക്കുക. അതിനുശേഷം ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കണ പോലെ തന്നെ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് പീസിൻ്റെ ഉള്ളിലൂടെ ഫ്രണ്ട് പീസ് കൊടുത്തതിന് ശേഷം മാത്രം ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ആ തുമ്പ് ഇങ്ങനെ കാണും, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആം ഹോളും അതേപോലെ തന്നെ നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ അതിന് ഞാൻ രണ്ട് സൈഡിലും ഓരോ ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. താഴേക്ക് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. നമ്മളെ ആം ഹോളിൻ്റെ അവിടേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തി. അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് വരുമ്പോൾ പിന്നെ താഴെ ഭാഗത്തേക്ക് 1/2 ഇഞ്ച് മാത്രം അടയാളപ്പെടുത്തിയിട്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇതിൽ മനസ്സിലായിട്ടില്ല എന്നാണെന്നോ കാണുന്നില്ല എന്നോ എന്തുവാണെങ്കിലും നിങ്ങൾക്ക് പറയാം. പക്ഷേ എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് തന്നെ നല്ലൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് അഭിപ്രായമാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇതാണ് ലാസ്റ്റ് ഇതിൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത് കേട്ടോ.